ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുര തരംഗം. അഞ്ചൽപ്പെട്ടി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും മറുമൊഴിയും. റേഡിയോ ജൻവാണി 90.8 FM അഞ്ചൽപ്പെട്ടിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് അഞ്ചൽപ്പെട്ടിയിൽ കാർഡുകളൊന്നും ലഭിച്ചിട്ടില്ല. വാട്സപ്പ് കത്തുകൾ ധാരാളമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വാട്സപ്പ് കത്തുകൾ വായിച്ചു തുടങ്ങാം. ആദ്യത്തെ കത്ത് വായിക്കാം. അഞ്ചൽപ്പെട്ടി ജൻവാണി പാനൂർ. എല്ലാവർക്കും അൻപ് വണക്കം. ജൻവാണിയിലെ പരിപാടികളെല്ലാം സമയം കിട്ടുമ്പോൾ താല്പര്യത്തോടെ കേൾക്കാറുണ്ട്. തമിഴ് വാണിയും ഹിന്ദി ഹിറ്റ്സും എനിക്ക് ഏറെ ഇഷ്ടമുള്ള പരിപാടികളാണ്. തമിഴിലെ നല്ല നല്ല ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്ന നിർമ്മൽ മയ്യഴിക്കും ഹിന്ദി ഹിറ്റ്സ് അവതരിപ്പിക്കുന്ന SP ജയശങ്കറിനും അഭിനന്ദനങ്ങൾ, ആശംസകൾ. എല്ലാ പരിപാടികളും ഭംഗിയായി അവതരിപ്പിക്കുന്ന ആർജമാർക്കും അഭിനന്ദനങ്ങൾ. ബഹുത് പ്യാസെ കോട്ടയം ബാബു, ഉദയം തമിഴ് ടീച്ചിങ് സെന്റർ, നട്ടാശ്ശേരി, കോട്ടയം. ഉദയം തമിഴ് ടീച്ചിങ് സെന്റർ നട്ടാശ്ശേരിയിൽ നിന്നും കോട്ടയം ബാബു എഴുതിയ കത്താണ് ഇപ്പോൾ വായിച്ചത്. രജനീഗന്ധി സ്പെഷ്യൽ എഡിഷനെ കുറിച്ചും തമിഴ് വാണിയെക്കുറിച്ചും വളരെ നല്ല അഭിപ്രായമാണ് എഴുതിയിരിക്കുന്നത്. കോട്ടയം ബാബുവിന് നന്ദി പറയട്ടെ. അടുത്ത കത്ത് വായിക്കാം. അടുത്ത കത്ത് പ്രേമൻ കൂത്തുപറമ്പിൻ്റെതാണ്. ദിനവൃത്താന്തം ഏപ്രിൽ 10. ലോക ഹോമിയോപ്പതി ദിനമായിരുന്നു. കൂടപ്പിറപ്പുകൾക്കായുള്ള ദിവസം, അമേരിക്കയിൽ STCA സ്ഥാപിച്ച ദിവസം, ടൈറ്റാനിക് ആദ്യയാത്ര തുടങ്ങിയ ദിനം തുടങ്ങി ഒട്ടേറെ ദിനവിശേഷങ്ങൾ അന്ന് പ്രതിപാദിച്ചു. താങ്ക്സ് ഫോർ RJ എന്ന് പ്രേമൻ കൂത്തുപറമ്പ് അറിയിച്ചിട്ടുണ്ട്. 10-ാം തീയതിയിലെ ഗാനമഞ്ജരിയിൽ ഭാഗ്യമുദ്ര എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് പ്രക്ഷേപണം ചെയ്തത്. മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണു നീ, മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണുപൊത്തി കളിക്കാൻ പോയി, ഏതു കൂട്ടിൽ നീ പിറന്നു താമര കിളിയെ, പേരാറും പെരിയാറും തുടങ്ങി എല്ലാം സൂപ്പർ ഗാനങ്ങളായിരുന്നു എന്ന് പ്രേമൻ കൂത്തുപറമ്പ് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ 10-ാം തീയതിയിലെ ഗസലുകൾ തുമ്നെ ദിൽ കി ബാത്ത് ഹേ, യേ ജോ സിന്ദഗി കി കിതാബ് ഹേ തുടങ്ങി സൂപ്പർ ഗസലുകളായിരുന്നു എന്നും പ്രേമൻ കൂത്തുപറമ്പ് അറിയിക്കുന്നു. 10-ാം തീയതിയിലെ രാക്കിളിപ്പാട്ടുകൾ മനസ്സിൽ മണിച്ചിമിഴിൽ, മായാമഞ്ചലിൽ, അനുരാഗ കലികയെ വിടരും തുടങ്ങി എല്ലാം ഇഷ്ടഗാനങ്ങളായിരുന്നു എന്നും പ്രേമൻ കൂത്തുപറമ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത കത്ത് നോക്കാം. ഇസ്മയിൽ ആസാദ് പാടിയ ഹമേ തോ ലൂഡ് ലിയ എന്ന ഗാനത്തോടെയാണ് 10-ാം തീയതിയിലെ രജനീഗന്ധി സ്പെഷ്യൽ എഡിഷൻ തുടങ്ങിയത്. അതിൽ മുഹമ്മദ് റാഫി, ലത, മുകേഷ്, തലത്, ഗീതാ ദത്ത് എന്നിവരുടെ ഗാനങ്ങളും ബന്ധപ്പെട്ട വിശേഷങ്ങളും കേൾപ്പിക്കുകയുണ്ടായി. അന്നത്തെ സുവർണ സ്മൃതികളിൽ കമുകറ, P. ലീല, P. സുശീല, AM രാജ, ദാസേട്ടൻ, ഭാവഗായകൻ എന്നിവരുടെ ഗാനങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. ദാസേട്ടന്റെ ഗാനങ്ങളോടൊപ്പം ഭാവഗായകന്റെ ഒരു ഗാനമെങ്കിലും ഉൾപ്പെടുത്തുന്നത് അക്കാലത്തെ സംഗീത സംവിധായകരുടെ ഒരു ശീലമായിരുന്നു. അവിടെ പലപ്പോഴൊക്കെ ഭാവഗാനങ്ങൾ മികച്ചു നിൽക്കുന്നതും കാണാമായിരുന്നു. അത്തരം ഒരു ഗാനമായിരുന്നു 11-ാം തീയതിയിലെ ഗാനമഞ്ജരിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത വിദ്യാർത്ഥിയിലെ വാർത്തിങ്കൾ കണിവയ്ക്കും രാവിൽ എന്ന ഭാവഗാനം. അന്നത്തെ സുവർണ സ്മൃതികളിൽ ഭാസ്കരൻ മാഷ് സ്വാമി ടീമിൻ്റെതായിരുന്നു അധികവും അത്രയൊന്നും കേൾക്കാത്ത ഗാനങ്ങൾ. 4 പതിറ്റാണ്ടിലധികം ഹിന്ദി സിനിമാ ഗാന ശാഖയിൽ അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞു നിന്ന 2 ഗായകരായിരുന്നു മുഹമ്മദ് റാഫിയും ലതാ മങ്കേഷ്കറും. അക്കാലം ഇവർ പാടാത്ത ചിത്രങ്ങൾ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഗായകരുടെ ഏതാനും ഗാനങ്ങളായിരുന്നു 12-ാം തീയതിയിലെ രജനീഗന്ധിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ ചാഹൂങ്ക മേ തുജെ, ക്യാ ഹുവാ തേരാ വാദ, ഹം തുമാരേ ലിയേ, പഥർ കെ സനം മുതലായവ മറക്കാൻ കഴിയാത്ത ഗാനങ്ങളിൽ ചിലതാണ്. റാഫി പാടിയ ജബ് ജബ് ബഹാറായെ മലയാളത്തിൽ വയലാർ എഴുതി ഗാനഗന്ധർവൻ പാടിയത് ഇങ്ങനെ: അമൃതം പകർന്ന രാത്രി, അനുഭൂതി പൂത്ത രാത്രി. ഈ എഴുത്ത് എഴുതിയിരിക്കുന്നത് ശ്രീധരൻ അവണൂർ. ഒട്ടേറെ കാര്യങ്ങളെക്കുറിച്ച് ശ്രീധരൻ അവണൂർ ഈ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജനീഗന്ധി സ്പെഷ്യൽ എഡിഷനെ കുറിച്ചാണ് അദ്ദേഹം ആദ്യമായി എഴുതിയിരിക്കുന്നത്. പിന്നെ സുവർണ സ്മൃതികൾ, കൂടുതലും യേശുദാസ് പാടിയ ഗാനങ്ങളായിരുന്നു അന്നത്തെ ചിത്രങ്ങളിലെങ്കിലും അതിൽ ഭാവഗായകന്റെ ഒരു ഗാനമെങ്കിലും ഉൾപ്പെടുത്തുന്നത് അന്നത്തെ സംഗീത സംവിധായകരുടെ ഒരു ശീലമായിരുന്നു എന്ന് ശ്രീധരൻ അവണൂർ പറയുന്നു. കൂടാതെ ഗാനമഞ്ജരിയിലെ ഗാനങ്ങളെക്കുറിച്ചും രജനീഗന്ധിയിലെ ഗാനങ്ങളെക്കുറിച്ചും ശ്രീധരൻ അവണൂർ എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കത്തുകൾ ഇനിയും ശ്രീധരൻ അവണൂരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത കത്ത് നോക്കാം. ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് രക്തസാക്ഷി ദിനമായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ആനകളെ അമേരിക്കയിൽ എത്തിച്ച ദിനം, കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹ യാത്ര നടത്തിയ ദിനം തുടങ്ങി ഒട്ടേറെ ദിനവിശേഷങ്ങൾ പ്രതിപാദിച്ച ഏപ്രിൽ 13 ദിനവൃത്താന്തം നന്നായിരുന്നു എന്ന് പ്രേമൻ കൂത്തുപറമ്പ് അറിയിച്ചിട്ടുണ്ട്. താങ്ക്സ് ഫോർ RJ എന്നും അദ്ദേഹം അറിയിക്കുന്നു. കൂടാതെ
13-ാം തീയതിയിലെ ഗാനമഞ്ജരിയിൽ കണ്ണൂർ ഡീലക്സ് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയത്. എത്ര ചിരിച്ചാലും ചിരി തീരുമോ, തുള്ളിയോടും പുള്ളിമാനെ നില്ല്, മറക്കാൻ കഴിയുമോ പ്രേമം, കണ്ണുണ്ടായത് നിന്നെ കാണാൻ എല്ലാം ഹിറ്റ് ഗാനങ്ങളായിരുന്നു എന്നും പ്രേമൻ കൂത്തുപറമ്പ് അറിയിക്കുന്നു. 13-ാം തീയതിയിലെ സാംസ്കാരിക ലോകം പരിപാടിയിൽ കഥ ഏതെന്നോ അവതരണം ആരെന്നോ കേട്ടില്ല, എന്നാലും ആ കഥയിലെ ഡേസി എന്ന കഥാപാത്രം അവരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള കഥ ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ് എന്ന് പ്രേമൻ കൂത്തുപറമ്പ് അറിയിച്ചിട്ടുണ്ട്. സാംസ്കാരിക ലോകത്തിൽ ഇത്തരത്തിലുള്ള കഥകളും കവിതകളും ശ്രോതാക്കൾക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രേമൻ കൂത്തുപറമ്പിനെ നന്ദി അറിയിക്കുന്നു. അടുത്ത കത്ത്: ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം SMS സന്ദേശഗാനങ്ങൾ തിരികെ വന്നതിൽ ഏറെ സന്തോഷത്തിലാണ് ശ്രോതാക്കൾ. തടസ്സങ്ങളില്ലാതെ പ്രതിബന്ധങ്ങളില്ലാതെ ഇനി മുന്നോട്ട് തന്നെ തുടരുമെന്ന പ്രത്യാശയിലാണ് ശ്രോതാക്കളെല്ലാം. ഹിന്ദി തമിഴ് ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ശ്രോതാക്കളും ഇവിടെ കുറവല്ല. അവർക്ക് വേണ്ടി ഹിന്ദി തമിഴ് ഗാനങ്ങൾ റിക്വസ്റ്റ് ചെയ്യുവാനുള്ള അവസരങ്ങളും ശ്രോതാക്കൾ പ്രതീക്ഷിക്കുന്നു. ലാളിത്യമാർന്ന ഈണങ്ങൾ കൊണ്ട് ഒത്തിരി ഹിറ്റുകൾ നൽകിയ സംഗീത സംവിധായകനാണ് വിദ്യാധരൻ മാഷ്. അദ്ദേഹത്തിന്റെ ഗാനങ്ങളായിരുന്നു 10-ാം തീയതിയിലെ സുവർണ സ്മൃതികളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നും ശ്രോതാക്കളോടൊപ്പം സഞ്ചരിക്കുന്ന ഗാനങ്ങളിൽ ചിലതാണ് നഷ്ടസ്വർഗങ്ങളെ, കൽപ്പാന്ത കാലത്തോളം മുതലായവ. പഴയകാല പ്രതിഭകൾക്കും അവരുടെ ഗാനങ്ങൾക്കും മരണമില്ല. അത്തരം പ്രതിഭകളിൽ മുൻപന്തിയിലാണ് തമിഴ് ഗായകരായ P. സുശീല, AM രാജ, PB ശ്രീനിവാസ്, TM സൗന്ദരരാജൻ മുതലായവർ. ഈ പ്രതിഭകളുടെ യുഗ്മഗാനങ്ങളായിരുന്നു 10-ാം തീയതിയിലെ തമിഴ് വാണിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ വാരായോ വെണ്ണിലാവേ, വാഴ നിനൈത്താൽ വാഴലാം, ആടാത മനവും ആടുതൈ മുതലായവ കേൾക്കാൻ ഇമ്പമുള്ള ഗാനങ്ങളിൽ ചിലതാണ്. ഇത് ശ്രീധരൻ അവണൂറിന്റെ എഴുത്താണ്. SMS ആശംസാ ഗാനങ്ങൾ തിരികെ എത്തിയതിലുള്ള സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. കൂടാതെ മലയാളം ഗാനങ്ങൾ മാത്രമല്ല തമിഴ്, ഹിന്ദി ഗാനങ്ങളും റിക്വസ്റ്റ് ചെയ്യുവാനുള്ള അവസരം ശ്രോതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും ശ്രീധരൻ അവണൂർ അറിയിക്കുന്നുണ്ട്. ശ്രീധരൻ അവണൂറിന്റെ ഈ അഭിപ്രായം ഡയറക്ടറെ അറിയിക്കുന്നതാണ്. അടുത്ത കത്ത്: സ്നേഹത്തോടെ അഞ്ചൽ പെട്ടിക്ക് സാധാരണ കാർഡ് അയക്കാറാണ് പതിവ്. ഇപ്പോൾ കാർഡ് കിട്ടിയില്ല, അതുകൊണ്ട് വാട്സപ്പിലേക്ക് മാറിയതാണ്. 12-ാം തീയതി പല്ലവിയിലെ ദേവീക്ഷേത്ര നടയിൽ നിന്ന് തുടങ്ങി മഹാനഗരത്തിലെ മേലെ മേലെ നീലാകാശം എന്ന അടിച്ചുപൊളി പാട്ടിലൂടെ പ്രക്ഷേപണം ചെയ്ത ഒറിജിനൽ ട്രാക്കിലെ ഓരോ ഗാനങ്ങളും ഗംഭീരമായി. വിഷുദിവസമായ ഏപ്രിൽ 15-ന് ജൻവാണി ശ്രോതാവ് ശ്രീവിദ്യ പെരിങ്ങാടി പങ്കെടുത്ത ഉച്ചപ്പാട്ട് കണിക്കൊന്ന പൂക്കുമ്പോൾ തുടങ്ങി കണ്ണിൽ നീ തേൻ മലരായി വാ എന്ന ഗാനത്തോടെ അവസാനിച്ച ഓരോ ഗാനങ്ങളും വിഷുദിനത്തിനെ വിളിച്ചറിയിക്കുന്ന ഒന്നാം തരം ഗാനങ്ങൾ തന്നെയായി. ആശംസകളോടെ നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. നഫീസ കുഞ്ഞിപ്പ പന്താവൂർ സാധാരണ കാർഡുകളിലാണ് അഭിപ്രായങ്ങൾ അറിയിക്കാറുള്ളത്. എന്നാൽ അദ്ദേഹം കാർഡ് കിട്ടിയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് വാട്സപ്പിലേക്ക് മാറിയതും. എന്തായാലും കാർഡ് ആയാലും വാട്സപ്പ് ആയാലും അദ്ദേഹം അഭിപ്രായം അറിയിച്ചതിൽ വളരെയധികം സന്തോഷം. ഒറിജിനൽ ട്രാക്കിലെ ഗാനങ്ങളെക്കുറിച്ചും ഉച്ചപ്പാട്ടിലെ ഗാനങ്ങളും മനോഹരമായിരുന്നു എന്നാണ്, വളരെ നല്ല ഗാനങ്ങളായിരുന്നു എന്നാണ് കുഞ്ഞിപ്പ പന്താവൂർ അറിയിച്ചിരിക്കുന്നത്. കുഞ്ഞിപ്പ പന്താവൂരിന്റെ ഇത്തരത്തിലുള്ള എഴുത്തുകൾ കാർഡുകൾ ലഭിച്ചില്ലെങ്കിലും വാട്സപ്പിൽ തന്നെ കത്തുകൾ അയക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കത്തുകൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത കത്ത്: 15-ാം തീയതി ഗാനമഞ്ജരിയിൽ പതിവായി പൗർണമി തോറും കൊന്ന പൂവേ കൊങ്ങിണി പൂവേ, എൻ്റെ കയ്യിൽ പൂത്തിരി നിന്റെ കയ്യിൽ പൂത്തിരി എല്ലാം ഇഷ്ടപ്പെട്ട ഗാനങ്ങളായിരുന്നു എന്ന് പ്രേമൻ കൂത്തുപറമ്പ് അറിയിച്ചിട്ടുണ്ട്. 15-ാം തീയതിയിലെ രാക്കിളിപ്പാട്ടുകൾ താളിക്കുരുവി തേൻകുരുവി, ഹൃദയവാഹിനി ഒഴുകുന്നു, നീലമേഘമാലകൾ, നീരത മുല്ലമാലകൾ, ഒരു താമരപ്പൂവിൻ താരുണ്യ സ്വപ്നമായി എല്ലാം മനോഹര ഗാനങ്ങൾ എന്നാണ് പ്രേമൻ കൂത്തുപറമ്പ് അറിയിച്ചിട്ടുള്ളത്. അഞ്ചൽപ്പെട്ടിയിലേക്ക് ധാരാളം കത്തുകൾ ലഭിച്ചു. കത്തുകൾ അയച്ച പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള കത്തുകൾ ശ്രോതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സമയം ഇപ്പോൾ തീരാറാവുകയാണ്. അഞ്ചൽപ്പെട്ടിയുടെ വിലാസം വായിക്കാം. അഞ്ചൽപ്പെട്ടി കെയറോ സ്റ്റേഷൻ ഡയറക്ടർ ജൻവാണി 90.8 FM പാനൂർ 670692. അടുത്ത അഞ്ചൽപ്പെട്ടി വേളയിൽ ഒരുമിക്കുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വിട. അഞ്ചൽപ്പെട്ടി സമാപിച്ചു.